എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നന്ദു അങ്ങോട്ട് ഫംഗ്ഷന് പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. അന്നേരം അതിന് വോയിസ് അയക്കുന്നുണ്ട് കേട്ടോ, നന്ദു അവിടുന്ന് ഇറങ്ങിയോ എന്ന് ചോദിച്ച്. അപ്പോൾ നന്ദു തിരിച്ചു അയക്കും, ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ്. ഈ സമയമല്ല, അനാമിക നല്ല ടെൻഷനിലാണ്. അനാമിക രേവതിയെ വിളിക്കുന്നുണ്ട്. എന്തെങ്കിലും അനാമിക പറയും, മോളെ ഞങ്ങൾ വരുന്നില്ല കേട്ടോ എന്ന് പറയുമ്പം ആകെ വിഷമമാണ് അനാമികയ്ക്ക്. അന്നേരം രേവതി ചോദിക്കുന്നുണ്ട്, അവരൊക്കെ വന്നോന്ന് ചോദിക്കുമ്പം നിലവിൽ ആരും വന്നിട്ടില്ല, പ്രത്യേകിച്ച് ആ നന്ദു എന്ന് പറയുന്നവളോട് ഇങ്ങോട്ട് വരരുത് എന്ന് ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വരികയില്ലായിരിക്കും എന്നിങ്ങനെ അനാമിക പറയുവാണ്. അന്നേരം രേവതി പറയുന്നുണ്ട്, ഇനി അവൾ വന്നാലും നീ അവളെ മൈൻഡ് ചെയ്യാനൊന്നും പോകണ്ട എന്ന് പറയുമ്പോൾ, വന്നിട്ടുണ്ടെങ്കിൽ അവളെൻ്റെ തനി സ്വരൂപം അറിയൂ എന്നാണ് അനാമിക പറയുന്നത്. അന്നേരം രേവതി പറയും, മോളായിട്ടൊന്നും ചെയ്യാൻ പോകണ്ട, അവളുടെ കയ്യിലിരിപ്പ് നിനക്കറിയാലോ, ഇന്നാൾ കിട്ടിയത് നീ മറന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് നീ ആയിട്ടൊന്നും ചെയ്യാൻ പോവുകയൊന്നും വേണ്ട എന്ന് പറയും. അന്നേരം അനാമിക പറയുന്നുണ്ട്, അവൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്ന് എനിക്കറിയാം, അവളോട് വരണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് അന്തസ്സില്ലെന്ന് തന്നെ കരുതണം എന്നൊക്കെ അനാമിക പറയുവാണ്. അന്നേരം രേവതി പറയുന്നുണ്ട്, മോളെ നീ അങ്ങ് മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി, അവളുടെ കയ്യിലിരിപ്പ് അറിയാലോ, അന്ന് കാണിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറയുന്നേക്കും അനാമിക, ഓ അന്ന് കാണിച്ചതിന് തിരിച്ച് ചെയ്യാൻ ഒരാൾ വീട്ടിൽ നിന്ന് പോയായിരുന്നു, എൻ്റെ സ്വർണം പോയതല്ലാണ്ട്, സ്വർണം വിറ്റ് പൈസ പോയതല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഫോൺ വയ്ക്കും. എന്തെങ്കിലും വേണു അങ്ങോട്ട് വരും. അപ്പോൾ വേണു ചോദിക്കുന്നുണ്ട്, എന്നാടി എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, ആ പെണ്ണാണ് ദേഷ്യപ്പെട്ട ഫോൺ കട്ട് ചെയ്തേക്കുന്നത്, ആ നന്ദു അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് ദേഷ്യം വരും, അവൾ എന്തെങ്കിലും ചെയ്തു വെക്കുമോ എന്ന് എനിക്ക് പേടിയാണ്, വല്ല വിഷവും കലക്കി കൊടുക്കും അവൾ എന്നൊക്കെ രേവതി പറയുമ്പം വേണു പറയുന്നുണ്ട്, വിഷം കലക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവൾ ഉദ്ദേശിക്കുന്നവർ തന്നെ കഴിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇനിയും പാരയാ, അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യമൊന്നും ചെയ്യാൻ നിൽക്കണ്ട, ശരിക്കും അവിടെ ഒരു ചെറിയ ഫംഗ്ഷനിലേ നടക്കുന്നത്, കുറച്ച് സമയത്തേക്കല്ലേ ഉള്ളൂ, ആ സമയത്തേക്ക് വേണമെങ്കിൽ നമ്മളെ മോളോടൊന്ന് മാറി നിൽക്കാൻ പറ, അല്ലാണ്ട് അവിടെ വഴക്കുണ്ടാക്കാൻ പോയിട്ട് ഒരു കാര്യമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ട നമ്മുടെ മോളാണ് എന്നൊക്കെ പറയുകയാണ് വേണു. എന്നിട്ട് വേണു അതിൻ്റെ കൂടെ എടുത്ത് പറയുന്നുണ്ട്, നിനക്കറിയാലോ ഇരട്ടച്ചങ്കനെന്നൊക്കെ കേട്ടിട്ടില്ല, അതുപോലൊരു സൈസാണ് അവൾ, ശരിക്കും അവളൊരു ഇരട്ടച്ചങ്കത്തിയാണ്, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, അവളുടെ പ്രകടനം നേരിട്ട് കണ്ട ആളാണ് ഞാൻ, അതുകൊണ്ടാണ് പറയുന്നത് എന്നൂടെ വേണു പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല, പെണ്ണാണെങ്കിൽ ആകെപ്പാടെ ദേഷ്യപ്പെട്ട് നിൽക്കുക, എനിക്ക് പേടിയാകുന്നുണ്ട് എന്നൊക്കെ രേവതിയും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നവ്യ 5-ാം മാസത്തെ ചടങ്ങിന് വേണ്ടി റെഡിയാവുക കേട്ടോ, നല്ല സുന്ദരിയായിട്ട് സാരിയൊക്കെ കൊടുത്ത് മിടിക്കായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അന്തേക്കും അങ്ങോട്ട് അഭി വരും. അപ്പോൾ അഭിയോട് ചോദിക്കും, എങ്ങനെ ഉണ്ടടാ എന്ന് ചോദിക്കുമ്പം, ഓ ഏത് സാരി ഉടുത്താലും നീ സുന്ദരിയാണ് എന്നാണല്ലോ നീ പറയുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല, സുന്ദരിയാണെന്ന് തന്നെ അങ്ങ് വെച്ചോ എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഈ സാരി നിനക്ക് ഏതാണെന്ന് മനസ്സിലായോ, ഇത് ആദർശേട്ടൻ മേടിച്ചു തന്നാ, ഇത്രയും വില കൂടി ഈ സാരി നീ എനിക്ക് ഒരെണ്ണമെങ്കിലും വാങ്ങിച്ചു തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം അഭി പറയുവാണ്, ഓ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിന്നെ അയാൾ സ്നേഹിച്ചിരുന്നതാണല്ലോ, അതുകൊണ്ടാണോ ഇപ്പോൾ ഈ ഡ്രസ്സൊക്കെ മേടിച്ചു തന്നത് എന്ന് ചോദിക്കും. അന്നേരം നവ്യ പറയുന്നുണ്ട്, നിനക്ക് നാണമില്ലേ ഇങ്ങനെ സംസാരിക്കാൻ, നിനക്ക് മാത്രം ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പം സ്വന്തം ഭർത്താവ് അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതാണ് എല്ലായിടത്തും ഞാൻ കണ്ടേക്കുന്നത്, പക്ഷേ നിനക്കതിനൊന്നും പറ്റത്തില്ല, ഇവിടെ ആദർശേട്ടൻ ഈ വീട്ടിലുള്ള എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്, എന്നിട്ട് അതിനും കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുവാണ് എന്നൊക്കെ നവ്യ അഭിയോട് പറയും. അപ്പം നവ്യ ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ അഭി ചോദിക്കുവാണ്, നിനക്കറിയാലോ എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന്, പിന്നെ എന്തിനാ നീ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്, ഇതിൻ്റെ ആവശ്യമുണ്ടോ, നിനക്ക് നിൻ്റെ വഴിക്ക് പൊക്കൂടെ എന്ന് ചോദിക്കും. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഗതികേട് കൊണ്ടാണ് ഞാനിങ്ങനെ കിടക്കേണ്ട അവസ്ഥ വന്നത്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നീയൊന്നും ഈ ജന്മം നന്നാകാൻ പോകുന്നില്ല, ഈ കുടുംബത്തിൻ്റെ താക്കോല് ഇനി ആദർശേൻ്റെ കയ്യിലേക്കാണ് മുത്തശ്ശനും മുത്തശ്ശിയും കൊടുക്കാൻ പോകുന്നത്, അങ്ങനെ കൊടുക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും, നിൻ്റെ കയ്യിലോട്ടെങ്ങാനും ആ താക്കോല് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം നീ കുട്ടിച്ചോറാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറയും. അന്നേരം അവിക്ക് അതങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അന്നേരം അഭി പറയുന്നുണ്ട്, എൻ്റെ സ്വഭാവം എന്താണ് എന്ന് നിനക്ക് നന്നായിട്ട് മനസ്സിലായല്ലോ, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് പോകാം, ശരിക്കും അനാമികയും അനിയും തമ്മിലും അലമ്പാണ്, അവർ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകണേ, പിന്നെ നിൻ്റെ അനിയത്തിക്ക് ഇത്തിരി കഴിവ് കൂടുതലുള്ളതുകൊണ്ട് അവൾ അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ എന്ന് അഭി പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അവൾക്ക് കഴിവ് കൂടുതലുള്ളതുകൊണ്ടല്ല, ആദർശനും അവളും പരസ്പരം മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകുന്നത്, നിനക്കതിന് ഒന്നും സാധിച്ചില്ലല്ലോ, എന്ത് പറഞ്ഞാലും നിനക്ക് ഇതുപോലുള്ള രീതികളുള്ളൂ, ശരിക്കും നീ നിൻ്റെ അമ്മയും ഉഡായിപ്പ് സ്വഭാവം പിടിച്ചവരാണ്, അതുകൊണ്ടാണ് അനിക്ക് പോലും 3 ബ്രാഞ്ചിൻ്റെ ചുമതല ആദർശേട്ടൻ കൊടുത്തിട്ട് നിനക്ക് ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല പോലും കിട്ടാതെ വെറും കൂലിക്കാരനായിട്ട് ഇരിക്കേണ്ടി വന്നത്, 2 പേർക്കും ഈ കുടുംബത്തിൽ കഴിയാൻ സാധിച്ചത് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാരുണ്യം കൊണ്ടാണ്, അത് മനസ്സിലാക്കാതെ അവരെ പോലും സ്നേഹിക്കാൻ നിന്നെ കൊണ്ടൊന്നും സാധിക്കുന്നില്ല, ഈ കുടുംബത്തിൻ്റെ അധികാരം ആദർശേട്ടൻ്റെ കയ്യിലേക്ക് എത്തുന്നത് പോലെ നിൻ്റെ കയ്യിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ നീ ആ 2 മനുഷ്യരെ നിങ്ങൾക്കൊരു ജീവിതം തന്ന ആ 2 മനുഷ്യരെ പോലും മണ്ണിട്ട് മൂടും, അതുകൂട്ട് സ്വഭാവമാണ് 2
എല്ലാത്തിനും എന്ന് പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെട്ടു പോവാണ് നവ്യ. അന്നേരം അഭി മനസ്സിലോർക്കുക, ഇവളെ ഒന്ന് മണ്ണിട്ട് മൂടാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് സാധിക്കുന്നില്ലല്ലോ എന്ന് മനസ്സിലോർക്കുന്നുണ്ട് അഭി. പിന്നീട് ദേവേനെയാണ് കാണിക്കുന്നത്. ദേവേനിക്ക് ഭയങ്കര സന്തോഷമായി. നയന സാരി മേടിച്ചുകൊണ്ട് കൊടുത്തത്. അത് കൊടുത്തിട്ട് കണ്ണാടി ഒരു ഫ്രണ്ടിൽ നിന്ന് നോക്കുക. അന്നേരത്തേക്കും അങ്ങോട്ടേക്ക് ജയൻ വരും. എന്നിട്ട് ജയൻ ചോദിക്കുന്നുണ്ട്, ആ സാരിക്ക് എന്താ ഇത്ര പ്രത്യേകത, കുറേ നേരം ആയല്ലോ അത് കൊടുത്ത് ഇങ്ങനെ ഭംഗി നോക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, ആദർശ് ഓണത്തിന് ശേഷം ആദ്യമായിട്ടാണ് എനിക്കൊരു സാരി എടുത്തുകൊണ്ട് തരുന്നത്. ഈ സാരി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറയും. അന്നേരം ജയൻ പറയുന്നുണ്ട്, എന്നിട്ട് അതിൻ്റെ കൂടെ പറയും, അവനോട് പറയും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു സാരി എടുത്ത് തന്നെ എന്ന് അവനോട് പറയണമെന്നോട് പറയുമ്പോഴത്തേക്കും ജയൻ പറയുന്നുണ്ട്, ചിലപ്പം സാരി സെലക്ട് ചെയ്യാൻ നമ്മുടെ മരുമോളും സഹായിച്ച് കാണും, അതുകൊണ്ടായിരിക്കും നിനക്ക് ഇത്രയും ഇഷ്ടപ്പെട്ട സാരി കിട്ടിയത് എന്ന് പറയുമ്പോഴത്തേക്കും, ഓ അങ്ങനെയാണോ, എങ്കിൽ എനിക്ക് ഇനി സാരി വേണ്ടാന്ന് അവനോട് പറഞ്ഞേരേ എന്ന് പറയും. അപ്പോഴത്തേക്കും ജയൻ, അയ്യോ ഞാൻ ചുമ്മാ പറഞ്ഞതാ, അങ്ങനെയൊന്നും സംഭവിച്ചു കാണില്ല, അവൻ തന്നെയായിരിക്കും സെലക്ട് ചെയ്തതെന്ന് ജയൻ പറയും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, അവൻ തന്നെയായിരിക്കും സെലക്ട് ചെയ്തത്, അതെനിക്ക് ഉറപ്പാണ്, കാരണം എൻ്റെ മോന് എൻ്റെ ടേസ്റ്റ് എന്താണ് എന്ന് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറയും. അന്നേരം ജയൻ പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മകൻ ഇപ്പം നല്ല സന്തോഷത്തിലാണ്, അത് നീ കാണുന്നില്ലേ, അതിൻ്റെ സന്തോഷം എനിക്കും ഉണ്ട് എന്ന് പറയുമ്പോൾ ദേവേനി പറയും, അതെന്തുകൊണ്ടാണ് അവന് സന്തോഷം ഉണ്ടായത് എന്നൊക്കെ എനിക്കറിയാം, അവളെ വിളിച്ചുകൊണ്ട് വന്നതുകൊണ്ടല്ലേ, അത് മനസ്സിലാക്കി തന്നെയാണ് ഞാൻ എനിക്കിഷ്ടമല്ല അഞ്ഞിട്ട് കൂടി അവളെ വിളിച്ചുകൊണ്ട് വന്നത് എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, അവൻ്റെ ഇഷ്ടവും കാര്യങ്ങളും ഒക്കെ നടക്കണം, അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ അനാമിക മോൾക്ക് ഇഷ്ടമല്ല അവളുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നതും പ്രത്യേകിച്ച് നന്ദു വരുന്നത്, ഞാൻ അതിനെ എതിർക്കാനോ അനുകൂലിക്കാനോ ഒന്നും പോയില്ല, അവളുടെ വീട്ടുകാർ വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ കരുതിയത് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുവാണ്. അന്നേരം ജയൻ പറയുന്നുണ്ട്, അങ്ങനെ തന്നെ ചിന്തിക്കണം, പിന്നെ അനാമികയ്ക്ക് നമ്മുടെ മരുമകളുടെ കുടുംബത്തിൽ നിന്ന് ആരും ഇങ്ങോട്ട് വരരുത് എന്ന് പറയാനുള്ള യാതൊരു അവകാശമില്ല, പ്രത്യേകിച്ച് അവളുടെ അനിയത്തി, അവളുടെ ഭർത്താവിനെ സ്നേഹിക്കുകയാണ് ചെയ്യേണ്ടത്, ആ നന്ദുവിനെ കൊല്ലാൻ പോലും ആളെ വിട്ടു, അവളുടെ അച്ഛനും അവളും കൂടി, അതിനൊക്കെ മാത്രം എന്ത് തെറ്റാണ് ആ പെൺകുട്ടി ചെയ്തത്, ശരിക്കും സ്വഭാവം ശരിയല്ലാത്തത് അനാമികയുടെയാണ്. ഇപ്പം എല്ലാവരും മനസ്സിൽ കരുതുന്നുണ്ട്, അന്ന് അനിയുടെ വിവാഹത്തിലേക്ക് നന്ദു കടന്നു വന്നിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന്. അങ്ങനെ സംഭവിക്കാത്തത് കൊണ്ടാണ് ഒരു അഹങ്കാരിയായ പെണ്ണ് ഈ കുടുംബത്തിൽ വന്നത്, അതിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും ഈ കുടുംബത്തിലും ഉണ്ട് എന്ന് പറയും. എന്നിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട്, ഒരിക്കൽ താനും മനസ്സുകൊണ്ട് ആഗ്രഹിക്കും ആ നന്ദു ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു അനിയുടെ ഭാര്യയായിട്ടെന്ന്, ആ അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറയും. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, ഇനി നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, അത് ശരിയല്ല, കാരണം എനിക്കും ഒരു കുടുംബജീവിതം ഉണ്ടാകണം, ആദർശും ആബിയും ഒക്കെ ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പം അനിയുടെ ജീവിതം തകർന്നു പോകരുത്, നമ്മളായിട്ട് അനിയുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട എന്ന് പറയും. അന്നേരം ജയൻ പറയുന്നുണ്ട്, എന്താന്ന് പറഞ്ഞാൽ ആ അനാമിക ആളത്ര ശരിയല്ല, എന്നിട്ടാണ് നീ നമ്മുടെ സ്വന്തം മരുമകളെ മാറ്റി നിർത്തി അവളാണ് നിൻ്റെ മരുമകൾ എന്നൊക്കെ പറഞ്ഞത്, അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ ഇവിടെ വേറെയുണ്ട് എന്നിങ്ങനെ ജയൻ പറയും. എന്നിട്ട് ജയൻ അങ്ങ് പോകാൻ തുടങ്ങും കേട്ടോ. ജയൻ പറയും, അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, ഏതായാലും ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ സാരി തനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അന്നേരം ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുവാണ് ദേവയാനി. അവിടുന്ന് പോരുന്ന ജയൻ നേരെ അജയൻ്റെ അടുത്തോട്ടാണ് വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, മരുമകളെ സെലക്ട് ചെയ്ത് കൊടുത്ത സാരി കൊടുത്തിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നിൽപ്പുണ്ട് അവിടെ ഒരാളെ എന്ന് പറയുമ്പോഴത്തേക്കും അജയൻ പറയുന്നുണ്ട്, ഏതായാലും ഏട്ടത്തിയുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, ആ അസുഖം വന്നുകൊണ്ടാണെങ്കിലും അതൊക്കെ ഒരു നല്ല കാര്യമായി എന്ന് പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അങ്ങോട്ട് നയന വരും. അപ്പം നയനയോട് ജയൻ പറയുന്നുണ്ട്, ഏതായാലും എടുത്തു കൊടുത്ത സാരി ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അമ്മായിമ്മയ്ക്ക്, അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കൊടുത്ത് കണ്ണാടിയുടെ മുമ്പിൽ നിൽപ്പുണ്ട് എന്ന് പറയും. എന്നിട്ട് നയനയോടായിട്ട് പറയുന്നുണ്ട്, മോൾ ഇങ്ങോട്ട് വന്ന ആ സമയം ശരിയല്ലായിരുന്നു, പല പ്രശ്നങ്ങളും ഉണ്ടായി, അതുകൊണ്ട് അല്ലെങ്കിൽ ആദ്യം തൊട്ടേ അയാൾ തന്നെ മോളെ സ്നേഹിച്ച് തുടങ്ങിയേനെ എന്ന് ജയൻ പറയുവാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ദേവയാനി. അപ്പം ദേവയാനിയുടെ ഈ സാരി ഇങ്ങനെ നോക്കുവാണ് നയന. അപ്പം ദേവയാനി ഇങ്ങനെ കുറച്ച് നേരം നോക്കും. അപ്പോൾ എല്ലാവരും രണ്ടുപേരും അപ്പുറത്തേക്കുന്ന ജയനും അജയനും ഒക്കെ ഇങ്ങനെ ദേവയാനി നോക്കുമല്ലേ. അപ്പോൾ ദേവയാനി ചോദിക്കും, ഇതന്നെ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അജയൻ പറയും, ഒന്നുമില്ല, ഏട്ടത്തി കൊടുത്തേക്കുന്ന ഈ സാരി കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്ന് അജയനും പറയും. ദേവയാനിക്ക് ഭയങ്കര അങ്ങ് സന്തോഷമായി. അധികം ദേവയാനി നയനോട് പറയുവാണ്, നീ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്, നിൻ്റെ വീട്ടുകാരിപ്പോൾ വരില്ല, അതിനു മുമ്പ് ആ പലഹാരമൊക്കെ ഒന്ന് എടുത്ത് വെക്കണ്ടേ എന്ന് ചോദിക്കും. എന്നിട്ട് അങ്ങനെ അന്നേരം നയന പറയും, എടുത്ത് വെക്കണം അമ്മയെന്ന് പറയുമ്പോൾ എന്നാൽ എൻ്റെ കൂടെ ഇങ്ങ് വാ എന്ന് പറഞ്ഞ് അങ്ങ് വിളിച്ചുകൊണ്ട് പോവാണ്. അന്നേരം അജയൻ പറയുന്നുണ്ട്, എന്ത് മാറ്റമാണ് ഏട്ടത്തിക്ക്, ഇതിനു മുമ്പ് നയനമോളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ പരിസരത്തോട്ട് പോലും ഏട്ടത്തി വരികയില്ലായിരുന്നു, നല്ല മാറ്റമല്ലേ എന്ന് പറയുമ്പോൾ ശരിക്കും മാറിയിട്ടുണ്ട്, അതിൻ്റെ ഒരു സമാധാനം എന്തോരമാണെന്ന് അറിയാവോ, നിനക്കറിയാവോ എന്നിങ്ങനെ ജയനും പറയുന്നുണ്ട്.
പിന്നെ കാണിക്കുന്നത് ദേവയാനിയാണ്. ദേവയാനി അടുക്കളയിൽ പോയി നിന്ന് പലഹാരങ്ങളൊക്കെ ഒരു കവറിലോട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പയ്യെ വന്ന് വാതയ്ക്ക് നിൽക്കുക കേട്ടോ നയന. ആ നയന ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും ദേവയാനി ചോദിക്കും, എന്താ നോക്കുന്നേ എന്ന് ചോദിക്കും. അന്നേരം അമ്മയ്ക്ക് ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് നയന വീണ്ടും പറയുമ്പം ദേവയാനി പറയുന്നുണ്ട്, അത് പറയേണ്ടവരൊക്കെ പറഞ്ഞു, ഇനി നീ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല, വന്ന് ഈ പലഹാരമൊക്കെ അങ്ങ് എടുത്ത് വെക്കാൻ നോക്ക് എന്ന് പറയും. അന്നേരം നയന അകത്തോട്ട് കയറി വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അതിശയിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ ദേവയാനി. എന്നിട്ട് ദേവയാനി, നീ ആ പലഹാരമൊക്കെ ഒന്ന് എടുത്ത് കഴിച്ചു നോക്കുക, എന്നിട്ട് നിൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുമോ നോക്ക്, അങ്ങ് രാജകുടുംബത്തിൽ നിന്നല്ല ആൾക്കാർ വരുന്നത്, ഇനിയിപ്പോൾ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അന്നേരം ഇറങ്ങിപ്പോയാലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം നയന ചോദിക്കുക, അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അമ്മ ഞങ്ങളെയൊക്കെ ഒരുപാട് തെറ്റിദ്ധരിച്ച് വെച്ചേക്കുക, എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ അവർക്ക് അങ്ങനെയൊന്നും തോന്നത്തൊന്നുമില്ല, പിന്നെ അമ്മ ആരോടൊക്കെയോ ഉള്ള വൈരാഗ്യം തീർക്കുന്നത് പോലെയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, അതെ അങ്ങനെ തന്നെയാണെന്ന് നീ കരുതിക്കോ, നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതിൻ്റെ ദേഷ്യം ഞാനങ്ങ് തീർക്കുന്നതാണെന്ന് നീ അങ്ങ് കരുതിക്കോ എന്ന് പറയും. അന്നേരം നയന, അങ്ങനെയാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇന്ന് വരുമല്ലോ, അവർ പോകുന്ന കൂട്ടത്തിൽ ഞാനങ്ങ് പൊയ്ക്കോളാം എന്ന് പറയും. അധികം ദേവേനിക്ക് പെട്ടെന്നൊരു ഞെട്ടൽ. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു, ആ ഒരു അവസരം നീ മുതലാക്കുവാണ്, നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുമെന്ന് പറയുന്നത് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയല്ലേ, ഇപ്പം തന്നെ നീ പറഞ്ഞില്ലേ നിൻ്റെ വീട്ടുകാർ വരുമ്പോൾ അവരുടെ കൂടെ അങ്ങ് പൊയ്ക്കോളാന്ന്, അങ്ങനെ നിനക്ക് പോകണം, എന്നിട്ട് ഇവിടെ അച്ഛനും അമ്മയും ജയേട്ടനും എല്ലാവരും എന്നെ വെറുക്കണം, അതിനു വേണ്ടി തന്നെയല്ലേ നീ ഇതൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അമ്മ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല എന്ന് പറയുമ്പം, ഇന്ന് നിൻ്റെ വീട്ടുകാർ വരുമ്പോൾ അവരുടെ കൂടെ നീ പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്, അതിന് യാതൊരു മാറ്റവും ഇല്ല എന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് ഇങ്ങനെ നയന ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന കാണുമ്പോൾ, നീ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക, ആ പലഹാരമൊക്കെ ഒന്ന് എടുത്ത് കഴിച്ചു നോക്കുക എന്ന് പറയും. അപ്പോഴത്തേക്കും നയന അതെടുത്ത് കഴിച്ചു നോക്കിയിട്ട്, അമ്മ ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, നല്ലതാണ്, എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണെന്ന് പറയുമ്പോൾ, ഓ അപ്പോഴും നിൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് പോലെ തന്നെയെന്ന്, അങ്ങനെ അല്ലാണ്ട് നല്ലതാണ് എന്ന് പറയാൻ നിനക്ക് തോന്നിയില്ലല്ലോ എന്ന് പറയും. അന്നേരം നയന, ശരിക്കും എൻ്റെ അമ്മ ഉണ്ടാക്കുന്നേക്കാൾ നല്ലതാണ് എന്ന് പറയും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, അത്രയ്ക്ക് നല്ലതാണെങ്കിൽ കുറച്ചെടുത്തുകൊണ്ട് പോയി കഴിച്ചോളാം ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയും. വേണ്ട, ഞാൻ എല്ലാവരും വരുമ്പം കഴിച്ചോളാം, അതാ എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകാൻ തുടങ്ങുവാണ്. അന്നേരം ദേവേനി മനസ്സിലോർക്കുവാണ്, വേറെ ആര് കഴിക്കുന്നേക്കാൾ കൂടുതൽ നീ ഇത് കഴിക്കുന്നത് കാണുന്നതാ മോളെ എൻ്റെ ഒരു സന്തോഷം എന്നിങ്ങനെ മനസ്സിലോർക്കും. എന്നിട്ട് നയനെ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും, നിന്നെ അവിടെ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ നിന്നെല്ലാം കുറേശ്ശെ എടുത്ത് അതിൻ്റെ അകത്ത് വെക്കൂട്ടോ. എന്നിട്ട് പറയും, ഇത് കൊണ്ടുവച്ച് കഴിച്ചോ, ഇഷ്ടപ്പെട്ടെന്നല്ല പറഞ്ഞേ, ഇനി വേറെ ആർക്കും കൊതി കിട്ടുമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് കയ്യിലോട്ട് കൊടുക്കുവാണ്. പോയിരുന്ന് ആ ഡൈനിങ് ടേബിളിൽ പോയിരുന്ന് കഴിക്കുക എന്ന് പറയും. അന്നേരം ഇങ്ങനെ അതിശയത്തിൽ ഇങ്ങനെ നോക്കുവാണ് നയന ദേവേനെ. എന്നിട്ടിങ്ങനെ പയ്യെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒരുപാട് ഇഷ്ടത്തോടെ നയനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ദേവയാനി കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.